പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മുടെ ആധ്യാത്മിക ജീവിതം ബലവത്താകണമെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെ നിരീക്ഷിക്കുന്നുവെന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ്. ഇപ്പം ഞാൻ ഇന്ന് നാളെ മറ്റന്നാൾ ഇതിൻ്റെ ഓരോ ഘടകങ്ങൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം ചോദിക്കണില്ലേ, അതായത് നീ എന്താണ് ചെയ്തത്? ഇപ്പം ചെയ്തു പോയ കാര്യങ്ങളാണ്. രണ്ടാമതൊരു ചോദ്യം ദൈവം ചോദിക്കും, നീ എന്ത് ചെയ്യുന്നു? അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തത്, നീ ചെയ്യാനിരിക്കുന്നത് ഭാവിയിലെ. അപ്പോൾ ഈ ദൈവം നമ്മളെ നിരീക്ഷിക്കണ ഒരു വിഷയമുണ്ട്. ഞാൻ ആദ്യ ദിവസം പറയാം. ഉദാഹരണത്തിന് 33:13 എടുത്തേ. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ഇനി ഇത് ഹവ്വായോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ദൈവം കായേനോട് ചോദിക്കും. 34:10. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? അപ്പൊ കായേൻ ആബേലിനെ കൊന്നല്ലോ. അപ്പൊ അതിന് കർത്താവ് ചോദിച്ചത്, ആ കൊല കഴിഞ്ഞതിന് ശേഷം കർത്താവ് ചോദിച്ചതാണ്, നീ എന്താണ് ചെയ്തത്? ഇപ്പൊ ഹവ്വ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, കർത്താവിൻ്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്?
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതുകൊണ്ടാണ് ഈ അനുതാപത്തിന് പ്രസക്തി വരണത്. ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണിത്, നീ എന്താണ് ചെയ്തത്? എന്നുവെച്ചാൽ നിന്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? അതിനെപ്പോഴും നമ്മൾ മറുപടി കൊടുക്കാൻ തയ്യാറായിരിക്കണം. അതിൻ്റെ മറുപടി ദൈവത്തിന് പറ്റുന്നൊരു മറുപടിയാണ് കൊടുക്കേണ്ടത്. കായന് പറ്റിയ, ഹവായ്ക്കും പറ്റിയ ഒരു വിഷയം ദൈവത്തിന് പറ്റിയ മറുപടിയല്ല അവർ കൊടുത്തത്. അതായത് ഹവായോടും അതുപോലെ തന്നെ കായനോടും ദൈവം കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിച്ചവരോട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. പക്ഷേ ഒരു പ്രശ്നമുള്ളതേ, നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെ ഉത്തരം ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. ദൈവം പ്രതീക്ഷിച്ച ഉത്തരമല്ല അവർ പറഞ്ഞത്. അതാണ് അവർ ശിക്ഷയിൽ നിന്ന് വലിയ ഇളവ് ലഭിക്കാതിരുന്നതിൻ്റെ കാരണം. എന്താ അവളുടെ ഉത്തരം? എന്താ? അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു. അതാണ് അവർ ചെയ്ത കാര്യങ്ങൾ മറ്റവരുടെ കഴുത്തെ കെട്ടിവെച്ച്. ഇത് ദൈവം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അത് ഭർത്താവ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കത്തില്ല. നീയാണത് ചെയ്തത്. കാര്യം നിന്റെ വയറ്റിലാണ് കർത്താവ് കുഞ്ഞിനെ തന്നത്. അപ്പം അതിൻ്റെ പൂർണ്ണ അവകാശ ഉടമസ്ഥ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വേറെ ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അല്ലെങ്കിൽ നിന്റെ ജീവന് കേടുണ്ടാകണം, അത് ഡോക്ടർ പറയണം. അപ്പം അത് പോലെ തന്നെയാണ് കായൻ എന്ന് പറഞ്ഞത്. കായൻ കൊടുത്ത മറുപടിയും ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. എന്താണ് കായൻ പറഞ്ഞെന്ന് നോക്കി, 34:9. കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? ഇതാണ് ഒരു പ്രശ്നം കണ്ടാ. അതായത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മളുടെ അപരാധങ്ങൾ നീതീകരിക്കുന്ന ഒരു ഉത്തരം കൃപാദായകമല്ല. ഒരു സാധനം ദൈവം ഏക്കത്തില്ല. അത് നീ എന്താണ് ചെയ്തത് നീ തന്നെ ഏക്കണം. അപ്പം അതിനെന്താണ് ചെയ്യേണ്ടത്? അനുതാപമാണ് അവിടുത്തെ മാർഗം. ലോകത്തിലെ ഏറ്റവും നല്ല അനുതാപം നടത്തിയത് ദാവീദിനോട് ചോദിച്ചായിരുന്നു ദൈവം. ഉറിയായെ കൊന്നു കഴിഞ്ഞപ്പോഴും ദാവീദിനോടും ദൈവം ചോദിച്ചായിരുന്നു, നീ എന്താണ് ചെയ്തതെന്ന്. എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞത് കായനോടും ചോദിച്ചു, ഹവായോടും ചോദിച്ചു. ഇവർ രണ്ടുപേരും പറഞ്ഞ ഉത്തരങ്ങൾ പ്രാക്കപ്പെട്ട ഉത്തരങ്ങളാണ്. മറ്റുള്ളവരുടെ കഴുത്തെ കെട്ടിവെക്കുകയും സ്വയം ഉത്തരവാദിത്തം ഒഴിയണ രീതിയിലാണ്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്, എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചാൽ എൻ്റെ മക്കൾ ഫ്ലാറ്റായിട്ട് അതിൽ നിന്ന് കഴിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഉൽപ്പത്തിയുടെ പാഠങ്ങൾ നൽകുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളെ അസസ് ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിലെ ഒരു സാധനവും അത് നമ്മൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന അങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും അനുതാപത്തിൽ ദൈവം പ്രതീക്ഷിക്കണില്ല. ഫ്ലാറ്റായിട്ട് ആ വിഷയം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുവിനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയാൻ കാര്യം അതാണ്. നമ്മുടെ ഭാരങ്ങളാണ് ഈ മനുഷ്യൻ ഏറ്റെടുക്കാത്ത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യാവതാരം സ്വീകരിച്ചത്. അതാണ് ഈശോനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയുന്നത്. അതാ ഐസയൊക്കെ പറയണില്ലേ, നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നതെന്നൊക്കെ പറയുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ വിഷയം, കർത്താവേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം, ഇനി ആവർത്തിക്കത്തില്ല, എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ ഒരു നിലപാടാണ് ഭാവി ജീവിതത്തിൽ ഭൂതകാലത്ത് സംഭവിച്ചു പോയ വിഷയങ്ങളെക്കുറിച്ച് ദൈവ സന്നിധി ഒരു നിക്കക്കള്ളി കിട്ടാൻ വേണ്ടി നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന നിലപാട്.
വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്ന് വരുന്നു. എനിക്ക് 2022 സെപ്റ്റംബർ മാസം ഒരു രോഗമുണ്ടായി. അത് CSF ലീക്കിംഗ് എന്നാണ്. അതായത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഫ്ലൂയിഡ് മൂക്കിൽ കൂടി വരിക. ഒരു മൂക്കിൽ കൂടി വരികയായിരുന്നു. ഞാനിത് കണ്ടു കഴിഞ്ഞ് 2 ആഴ്ച ആയപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ CT സ്കാൻ ചെയ്തു, അതിലും മനസ്സിലായില്ല. CT സ്കാൻ ചെയ്തിട്ട് ഞാനിവിടെ വന്നു. എങ്ങനെയാണ്, എത്ര നാളായി, എങ്ങനെ വന്നുകൊണ്ടിരുന്നു, അതുമൂലമുണ്ടായിരുന്ന അസ്വസ്ഥതകൾ എന്തെല്ലാമാണ്? എനിക്കത് വരുമ്പോൾ ഭയങ്കര തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല നെറ്റി പൊട്ടി പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ തലയുടെ പുറകുഭാഗം ഭയങ്കര വേദന. നമുക്ക് തൊടാൻ പറ്റില്ല തല, അതുപോലെ വേദനയായിരിക്കും. ആ വേദന എടുത്തു കഴിഞ്ഞ് കുറേ നേരത്തേക്ക് കണ്ണിൽ നിന്ന് തന്നെ, വേദന കൊണ്ട് കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വരും. അതുപോലെ വേദനയാണ്. പിന്നെ ഹസ്ബൻഡും മോളും മെല്ലെ മെല്ലെ ഒന്ന് തൊട്ടാണ് അതൊന്ന്, എന്നാലും വേദന വിടില്ല. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വേദന ഒന്ന് വിടും. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ അത് നമ്മൾ കിടക്കുമ്പോൾ വീണ്ടും വരും. കിടക്കുക എന്നല്ല, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒന്ന് തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വരും വെള്ളം. അത് നമ്മുടെ തെളിനീര് വെള്ളമാണ് വരിക. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് CT സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഒന്നും കണ്ടില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ CT സ്കാൻ്റെ ഇതിന് റിസൾട്ട് അറിയാൻ ഞാൻ പോയപ്പോൾ അതിനകത്തൊന്നും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയത്. പക്ഷേ അതിലൊന്നും കണ്ടില്ല. ഡോക്ടർ പിന്നെ പറഞ്ഞു CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലി കൂടെ മരുന്ന് കുത്തിയിട്ടാണ് ചെയ്യണത്. നട്ടെല്ലി കൂടെ മരുന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കുത്തൊന്നുമല്ല, 5-6 കുത്തു കിട്ടി. 5-6 കുത്ത്, ഓരോ കുത്തുക ബ്ലഡ് വരിക. ഇതന്നെയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ എന്ന് മാത്രം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചത്. മാതാവേ, ഒരു തുള്ളി മരുന്ന് എൻ്റെ തലയിൽ കയറരുത്. അത് തലയിൽ കയറിയാൽ മാത്രമേ അവർക്ക് സ്പോട്ട് അറിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ സംഭവിക്കാമെന്ന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ചെയ്യണത്. അത് ഒരു തുള്ളി പോലും, 6 കുത്തി തന്നെ ഒരു തുള്ളി പോലും മരുന്ന് എൻ്റെ തലയിൽ കയറിച്ചില്ല മാതാവ്. പിന്നെ അവിടെ നിന്ന് ഞാൻ വേദന കൊണ്ട് നടന്നു പോയ ആൾ സ്ട്രെച്ചറിൽ കിടന്നു വന്നു. എത്ര ഹോസ്പിറ്റലുകളിൽ പോയി? എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്? ഞാൻ ആദ്യം പോയത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ തന്നെയാണ് ഈ ഡോക്ടറൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് MRI ചെയ്തപ്പോഴും പിറ്റേ ദിവസം MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞു തലച്ചോറിനെ കവർ ചെയ്യുന്ന പാടയ്ക്ക് ചെറിയൊരു ഹോളുണ്ട്. അതിൽ നിന്നാണ് ഈ ഫ്ലൂയിഡ് മൂക്കിൽ കൂടെ ഒഴുകുന്നത്.
അവിടെ നിന്ന് ആ ഡോക്ടറെ കണ്ടു ഞങ്ങൾ തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. 2 ദിവസം കഴിഞ്ഞു. ആ ഡോക്ടറെ തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. തല തുറന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മണം പോകും, ടേസ്റ്റ് പോകും, എനിക്ക് എന്ത് വേണമെങ്കിലും സൈഡ് എഫക്റ്റ് വരാം, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ എന്ത് വേണമെങ്കിൽ, ഞാൻ ചിലപ്പോൾ കിടപ്പിലായിന്ന് വരാം. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ തലയിൽ കത്തി തൊടാൻ അനുവദിക്കരുതേ മാതാവേന്ന്. അതുപോലെ തന്നെ മാതാവ് കത്തി തൊടാതെ തന്നെ അമ്മ പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീണ്ടും ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും ഇതേ തന്നെ പറഞ്ഞത്, തല തുറന്നേ ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ. എന്നിട്ടും വീണ്ടും ഞങ്ങൾ പോയി കണ്ടു. അങ്ങനെ 5 ഡോക്ടർമാരെ കണ്ടു. വീടുകളിൽ കയറി ഡോക്ടറെ കണ്ട് 6ാമത്തെ ഡോക്ടറെ കണ്ടപ്പോൾ 6ാമത്തെ ഡോക്ടർ കാണിച്ചത് തന്നെ മാതാവാണ്. എൻ്റെ നാത്തു മുഖാന്തരമാണ് ആ ഡോക്ടറെ കാണാൻ പറഞ്ഞത്. ആ ഡോക്ടറെ കാണാൻ പോയി. ഉടമ്പടി എടുത്ത ശേഷമാണ് ഇതെല്ലാം. ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് തല തുറന്ന് ചെയ്യണ്ട, മൂക്കിൽ കൂടി ചെയ്യാവുന്ന ഒരു സർജറി ഉണ്ട്. മൂക്കിൽ കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ പറഞ്ഞു. കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ കൂടി ചെയ്യുന്ന കാരണമാണ് സമയം എടുക്കുമെന്ന് പറഞ്ഞത്. ശരി, പക്ഷെ അതിനും ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. പ്രൈവറ്റായിട്ട് ചെയ്യുന്നതിന്, തല തുറന്ന് ചെയ്യണതിന് 5-6 ലക്ഷം രൂപ വരും. പക്ഷെ മൂക്കിക്കൂടി ചെയ്യുന്നതിന് ഞങ്ങളോട് പറഞ്ഞത് 30,000 രൂപ, ഓപ്പറേഷൻ്റെ മാത്രം 30,000 രൂപ. പക്ഷേ 500 രൂപ ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല. എന്നിട്ട് ഞങ്ങൾ ഓപ്പറേഷന് എന്ത് ചെയ്യണമെന്നറിയാതെ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നാത്തൂനും കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഡേറ്റ് എടുത്തോ, ഞങ്ങളുണ്ട് കൂടെ. മാതാവ് അവിടെ പ്രവർത്തിച്ചു. ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. പിറ്റേ ആഴ്ച അഡ്മിറ്റായി. നവംബർ 28-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കിടന്നപ്പോൾ എൻ്റെ അമ്മേനെ ഞാൻ കണ്ടു. എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് കാണിച്ചു തന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട് മകളെ, നീ ഭയപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും. കുറച്ച് പേടിയോടുകൂടിയാണ് ഞാൻ ഓപ്പറേഷന് പോയത്. ഏതാണെന്ന് അറിയില്ല. പക്ഷേ ആരോടും ഞാൻ പറഞ്ഞില്ല. അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പേടിയുണ്ട് പറഞ്ഞു. മാതാവ് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട മകളെ, നീ ധൈര്യമായി പൊക്കോ, നിൻ്റെ കൂടെ ഞാനുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഉള്ളിൽ എൻ്റെ മാതാവിനെ ഞാൻ കാണുന്നുണ്ട്. 2 തിരിയും കത്തിച്ച് മാതാവ് എന്നെ കൂടെ നിന്ന്, ആ ഡോക്ടർ കൂടെ നിന്ന് സർജറി ചെയ്ത് വിജയിപ്പിച്ച് തന്നു. സർജറി കഴിഞ്ഞു. അന്ന് മുതൽ എനിക്ക് തലയിലത്തെ വേദനയൊക്കെ വിട്ടു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം എന്നെ ICU മാറ്റി. ICUയിൽ വെറുതെ കൊണ്ട് കിടത്തി. എനിക്കൊരു കുഴപ്പം എന്നുവെച്ചാൽ ഞാൻ നോർമലായി. ICU മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഓരോരുത്തരും എനിക്ക് വേണ്ടിയിട്ട് മാതാവ് ഓരോരുത്തരെയും നിയോഗിച്ചിരിക്കുകയായിരുന്നു. അവിടെ പൈസയില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബില്ലടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പൈസ ഞങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും. ഒന്നും പേടിക്കണ്ട. ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോള് എനിക്ക് ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് എനിക്ക് തരുമായിരുന്നു, തൈലം തേച്ച് തരുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത്രയും പെട്ടെന്ന് റിക്കവറായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നിനും സംസാരിക്കാനും എടുക്കാനും പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോഴാണെങ്കിലും തലകറക്കം വരും, മെല്ലെ നടക്കണം. എനിക്കും ഒരു കുഴപ്പമില്ല. ഞാൻ നടന്നു, ഞാൻ സ്പീഡിൽ നടന്നു. ബാത്റൂമിൽ പോകാനാണെങ്കിലും എല്ലാത്തിനും എനിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാത്തിനും ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിലെ മാതാവ്. ഞാൻ വരുന്നത് വരെ എൻ്റെ അമ്മ ഓരോ മാസം ചെക്കപ്പിന് പോകുമ്പോഴാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറയും ഇനിയിപ്പോൾ വരണ്ട, കുഴപ്പമില്ല, 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി. ഒരു കുഴപ്പവും കൂടാതെ അമ്മ എൻ്റെ ആ ഓപ്പറേഷൻ വിജയിപ്പിച്ച് തന്നു. അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്കത് നടത്തി തന്നത്. അതിന് അമ്മയ്ക്ക് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. രണ്ടാമത് എനിക്ക് 1.5 വയസ്സുള്ളൊരു മോളുണ്ട്. ആ മോൾക്ക് സ്വിച്ചിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ ഒറ്റ കരച്ചിൽ നിന്നുപോയി. പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഞാൻ വേഗം ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് മേലാസകലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി.
ആ 3 പ്രാവശ്യം ചൊല്ലി തീർന്നില്ല. അതിനു മുമ്പ് അവൾ അമ്മേന്ന് വിളിച്ചു. എഴുന്നേറ്റ് മടിയിൽ നിന്ന് ഇറങ്ങി നടന്നു. ഒരു കുഴപ്പമില്ല ഇപ്പോൾ അവൾക്ക്. അടുത്തത് ഹസ്ബൻഡിന് ഡിസംബർ 25 ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആൾ ബൈക്കിന് പോവുകയായിരുന്നു. ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ചതാണ് മണ്ണൂത്തിയിൽ വെച്ചിട്ട്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും ഇടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പോയി എന്ന് പറയുള്ളൂ. അതുപോലുള്ള ഇടിയായിരുന്നു. പക്ഷേ മാതാവ് എന്തോ ഉടമ്പടി എടുത്ത കാരണമാണ് അമ്മ കൂടെ വരുന്നുള്ളത് ഇതിന് തെളിവാണ്. മകന് ആൾക്ക് ഒരു കുഴപ്പവും കൂടാതെ കാലിൻ്റെ മുട്ടിനും കൈയുടെ ഇവിടെ മാത്രം തൊലി പോയി. വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. എല്ലാത്തിനും അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഇനിയും എൻ്റെ കൂടെ ഉണ്ടാകും. അമ്മയ്ക്കും ഈശോപ്പച്ചനും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഡെൽന ഡിൽജിൻ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 15, 2022 ഞാൻ 2 വർഷം മുമ്പ്, അതായത് കൊറോണ കഴിഞ്ഞ സമയം മുതൽ ഞാൻ IELTS പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് UK സ്റ്റുഡൻറ്റ് വിസയിൽ പോയി അവിടെ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ 2 വർഷമായിട്ട് ഞാൻ IELTS പഠിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു എക്സാം പോലും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡേറ്റൊക്കെ എടുക്കാൻ നോക്കും, പക്ഷേ എന്തെങ്കിലും തടസ്സം വന്ന് എല്ലാം അങ്ങ് മുടങ്ങി പോകുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഓഗസ്റ്റ് 15, 2022 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും IELTS പഠിക്കാൻ തുടങ്ങി. ഒക്ടോബർ മാസം ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി കഴിഞ്ഞപ്പം ഞാൻ അതിനു മുമ്പ് പല ഏജൻസിക്കാരെ വിളിക്കുമായിരുന്നു എനിക്കിങ്ങനെ UK പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഏജൻസിക്കാരും എൻ്റെ പ്രൊഫൈൽ എടുക്കുന്നില്ല. കാരണം അവർ പറയുന്നത് ഡിപ്പെൻസിനെ വെച്ച് കൊണ്ടുപോകാൻ നോക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കാൻ. കാരണം അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അവർക്കറിയത്തില്ല. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അവരെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനൊരു ഏജൻസിക്കാരെ കോൺടാക്റ്റ് ചെയ്യുകയും അവരെൻ്റെ പ്രൊഫൈൽ എടുക്കാമെന്ന് പറയുകയും അവർ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അവർ 3-4 യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റെ ആപ്ലിക്കേഷനൊക്കെ അയച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഹൈദരാബാദായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴാണേലും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും പത്രം വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് കൃപാസന പത്രം എന്താ ചെയ്ത് പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു. വീടുകൾ കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ വരുമ്പോഴൊക്കെ. എനിക്കവിടെ ഹൈദരാബാദ് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് അവരിന്ന് 2 യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ആപ്ലിക്കേഷൻ എടുത്തു സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഡേറ്റും എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു. ഞങ്ങൾ പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് വന്ന സമയം ആയപ്പോഴത്തേക്കും ഇവർ ഫസ്റ്റ് ഡെഡ് ലൈൻ തന്ന ഡേറ്റ് നവംബർ 11 ഈ നവംബർ 11 മുമ്പ് യൂണിവേഴ്സിറ്റി തന്നെ ഡെഡ് ലൈൻ അങ്ങ് ക്ലോസ് ചെയ്തു. അവർ പറഞ്ഞു നവംബർ 11 മുമ്പ് അടയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നവംബർ 11 ആയപ്പോഴത്തേക്കും ക്യാഷ് റെഡിയായി വന്നപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്തുകൊണ്ട് എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്ത് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ കൈവിടുവാണോ, ഞാൻ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കിട്ടാത്തതെന്നൊക്കെ ഓർത്തിരുന്ന് എൻ്റെ ഉടമ്പടി എന്തായാലും നവംബർ 15 എൻ്റെ ഉടമ്പടി തീരും. എനിക്ക് ഉടമ്പടി തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഈ വർഷമെങ്കിലും കയറി പോയില്ലെങ്കിൽ എനിക്ക് ഒരു മാർഗവും ഇല്ല. കാരണം UK അവർ നിയമങ്ങളൊക്കെ കർശനമാക്കിക്കൊണ്ട് വരുന്നു. ഡിഫൻസിനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവർക്ക് നിയമങ്ങൾ മാറുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ പല ദിവസവും രാവിലെ എഴുന്നേറ്റ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നവംബർ 1 നവംബർ 15 എൻ്റെ ഉടമ്പടി തീരുന്നു. നവംബർ 1 ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു അത്ഭുതം മാതാവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഞാൻ UK ഒരു ജോബ് വിസയ്ക്ക് പോകണമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ സ്റ്റുഡൻറ്റ് വിസ എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നവംബർ 1 എന്നെ ഒരു ഏജൻസിക്കാർ വിളിക്കുന്നു. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് എൻ്റെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് എനിക്ക് UK ജോബ് വിസയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഏജൻസിക്കാർ ഇങ്ങോട്ട് പറയുകയും ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ആ ജോലി ഏറ്റവും അനുയോജ്യമാണെന്ന് കാണുകയും ഞാൻ പലരോട് അന്വേഷിച്ചു. UK വർക്ക് ചെയ്യുന്നവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് ഏറ്റവും നല്ല വിസയാണ്, ഇനി സ്റ്റുഡൻറ്റ് വിസ എന്നുള്ള വിഷയം അങ്ങ് വിട്ടേര്, ജോബ് വിസയ്ക്ക് കയറി പോരാൻ പറ്റിയ അതായിരിക്കും നല്ലതെന്ന് പറയുകയും ഞാൻ
ആഗ്രഹിച്ചതുപോലെ എനിക്ക് എൻ്റെ ഫാമിലീനെയും ഹസ്ബൻഡിനെയും കൊച്ചിനെയും ഈ കൂടെ തന്നെ കൊണ്ടുപോയി, എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോയി അവർക്കും അവിടെ ഹസ്ബൻഡിന് അവിടെ ജോലി ചെയ്യാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ഈ വിസയിൽ ഏജൻസിക്കാർ തരികയും അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് മാതാവ് ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാത്ത അത്രയും സാലറിയിൽ എനിക്ക് മാതാവ് എനിക്കൊരു ജോലി അവിടെ നേടിത്തന്നു. ഈ ജോലിയെല്ലാം കിട്ടി. ഇതെല്ലാം കഴിയുമ്പോൾ എനിക്കൊരു പേപ്പർ വരാനുണ്ട്. അത് ഒറ്റ പേപ്പറും കൂടി വന്നാൽ എനിക്ക് പോകാം, എനിക്ക് UK പോകാം. ആ പേപ്പർ വരാൻ ഇച്ചിരി താമസമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 22 ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട്, നാളെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ആ പേപ്പറും കൂടി ഒന്ന് മാതാവ് വരുത്തി തരണം. ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഏജൻസിയിൽ നിന്ന് കോള് വരണം, എനിക്ക് ആ പേപ്പറും കൂടി കിട്ടി എന്നുള്ള കോള് വരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ഇവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 22 വൈകുന്നേരം 10:03 എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങൾക്ക് വന്ന ലാസ്റ്റ് ഉള്ള പേപ്പറും കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കിനി നിങ്ങളുടെ ഏതൊരു പറ്റിക്കലൊന്നുമല്ല, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് UK ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് എനിക്ക് അവസാനമായിട്ട് ആ കോളും കൂടി വന്നു. അതോടുകൂടി ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മാതാവ് എനിക്ക് തന്ന ഈ വലിയൊരു അനുഗ്രഹം ഞാൻ ഒരു കാലത്ത് മറക്കുകയല്ല. കാരണം എനിക്ക് അത്രയ്ക്കും ആഗ്രഹമായിരുന്നു പുറത്തു പോകണം, എൻ്റെ കുടുംബത്തെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോയി സെറ്റിൽ ആവണം എന്നൊക്കെ ഉള്ളത്. അത് മാതാവ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും കൃപാസനം പ്രസാദകര മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ജോലിക്ക് ഒരുപാട്